എറണാകുളം ബ്രോഡ്വേയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ഒരു കട പൂർണ്ണമായും, ഏതാനും കടകൾ ഭാഗികമായും കത്തിനശിച്ചു. അർദ്ധരാത്രിയിലുണ്ടായ തീപിടുത്തം 1.5 മണിക്കൂർ കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞത് ആശ്വാസമായി. കളിപ്പാട്ടങ്ങളും ഫാൻസി ഇനങ്ങളും വിൽക്കുന്ന കടകളും ഇവയുടെ ഗോഡൌണുമായി തീപിടുത്തമുണ്ടായ ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പുലർച്ചെ 3:30യോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, എന്താണ് കാരണമെന്ന് വ്യക്തമാകുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് പൂജ. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിൻ്റെ ഒരു രാവ്, അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ ഒരു പുലരി എന്ന് തന്നെ പറയാം. ബ്രോഡ്വേയിൽ ഏറ്റവും തിരക്കേറിയ കോളുത്തറ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന കെട്ടിടത്തിലാണ് അർദ്ധരാത്രി ഏതാണ്ടൊരു 12:30 മണിയോടുകൂടി തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ അത് കണ്ടെത്താൻ സാധിച്ചു. ഇവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടായിരുന്നു. കാരണം കൂടാതെ ഈ കെട്ടിടത്തിലെ കടകളുടെ ഉടമസ്ഥർ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന വൃത്തിയാക്കുന്ന ജീവനക്കാർ, ശുചീകരണ ജീവനക്കാരുണ്ടായിരുന്നു. ഈ ഇരു കൂട്ടരുമാണ് ആദ്യം ഈ തീപിടുത്തമുണ്ടായത് കണ്ടത്. ഈ കാണുന്ന ഈ ഒരു മറയ്ക്കുള്ളിൽ ഒരുപാട് പേപ്പറുകളും മറ്റ് ആക്രി വസ്തുക്കളുമൊക്കെ ശേഖരിച്ചു വെച്ചിരുന്നു. ഇത് ശേഖരിച്ചു വെച്ചിരുന്ന ഇവിടെയാണ് ആദ്യം തീപ്പൊരി ഉണ്ടായത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ തീ മുകളിലേക്ക് ഉയരുകയായിരുന്നു. ഇപ്പോഴും ഈ ദൃശ്യത്തിൽ അല്പം കാണാമെന്ന് തോന്നുന്നു, നേരിയ തോതിൽ പുക ഉയരുന്നുണ്ട്. പക്ഷേ തീ ഏതാണ്ടൊരു 1.5 മണിക്കൂർ കൊണ്ട്, അതായത് 2 മണിക്ക് മുന്നേ തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു. ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയൊരു അധ്വാനമായിരുന്നു. കാരണം 4 നിലയുള്ളതാണ് ഈ കെട്ടിടം. ചെറിയ ചെറിയ ഷട്ടറുകളാണ് എല്ലാം. ഏതാണ്ട് 69 കടകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള 100ഓളം ഷട്ടറുകളിൽ ഈ കടകളുടെ ഗോഡൗണുകളും മറ്റുമാണ്. ആദ്യം പറഞ്ഞതുപോലെ ഈ ഫാൻസി വസ്തുക്കൾ, അതുപോലെ തന്നെ കൃത്രിമ പൂക്കൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം അത്തരം കടകളാണ് ഈ ബ്രോഡ്വേയിലെ കോളുത്തറ എന്ന് പറയുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൂടുതലുമുള്ളത്. അതായത് പെട്ടെന്ന് തീ പിടിച്ചാൽ വളരെ പെട്ടെന്ന് തീ ആളിക്കത്താവുന്ന തരത്തിലുള്ള വസ്തുക്കളാണ് ഈ ഷോറൂമുകളിൽ അല്ലെങ്കിൽ ഈ ഗോഡൗണുകളിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീ കെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല ഈ ആക്രിയൊക്കെ സൂക്ഷിച്ചിരുന്ന ഈ ഭാഗം തന്നെ ഇങ്ങനെ ഈ മറ കൊണ്ട് മറച്ചിരിക്കുന്നു. വെള്ളം അടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കടയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. അതായത് ആദ്യത്തെ ഒരു ഷട്ടർ എന്ന് വേണമെങ്കിൽ പറയാം, പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. എന്താണ് ഇതിൽ സൂക്ഷിച്ചിരുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത തരത്തിൽ അത് കത്തി നശിച്ചിരിക്കുന്നു. ബാക്കി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു 10-12ഓളം ഷട്ടറുകൾ ഭാഗികമായി തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ വേണ്ടി വെള്ളം ചീറ്റിച്ചതിൻ്റെ വെള്ളം കിടക്കുന്നത് മറ്റുമാണ്. കണ്ട ഒരു 4 നിലയുള്ള കെട്ടിടമാണ് ഇത്. ഫാൻസി വസ്തുക്കൾ മാത്രം വിൽക്കുന്ന ഒരു കടകൾ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ അവയുടെ ഗോഡൗൺ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം എന്ന് പറയാം. ഇതിന് തൊട്ടു പിന്നിലാണ് പ്രശസ്തമായ മേത്തർ ബസാർ സ്ഥിതി ചെയ്യുന്നത്. ഈ മേത്തർ ബസാർ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്ന ഇടമാണ്. വലിയ ആൾത്തിരക്കുണ്ടാവാറുണ്ട്. പലപ്പോഴും റീൽസിലുമൊക്കെ നമ്മൾ കാണുന്നതാണ് വലിയ തിരക്കും. അവിടെ കിട്ടാത്തൊരു അലങ്കാര വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഈ മേത്തർ ബസാറിൽ കഴിഞ്ഞ ദിവസം നഗരസഭയുടെ വിവിധ വിഭാഗങ്ങളും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫയർഫോഴ്സും പോലീസും ഫോർട്ട് കൊച്ചി സബ് കളക്ടറും ഒക്കെ ചേർന്ന് പരിശോധന നടത്തി. സുരക്ഷിതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ചില കടകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇവയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ചിലത് പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്തായിരുന്നാലും ക്രിസ്മസ് കാലം വരെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഈ വലിയ തീപിടുത്തമുണ്ടായത്. ഈ പൂർണ്ണമായും കത്തി നശിച്ച കടയുടെ ഉൾഭാഗമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കത്തിച്ചാമ്പലായി എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായും കത്തിച്ചാമ്പലായിരിക്കുന്നു. 12ലധികം വ്യക്തമാണത്. പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ്, എറണാകുളം ബ്രോഡ്വേയിലാണ്. അപ്പോൾ അത്രത്തോളം വലിയ തീപിടുത്തമായിരുന്നു.